നിത്യനായ ദൈവത്തിനും മഹത്വം. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന പ്രയോഗം 4 പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ 2 പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65 അധ്യായം 17 വാക്യത്തിലും 66 അധ്യായം 22 വാക്യത്തിലും ആണ്. പുതിയ നിയമത്തിൽ പത്രോസിന്റെ 2 ലേഖനം 3 അധ്യായം 13 വാക്യത്തിലും വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 വാക്യത്തിലുമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറഞ്ഞിരിക്കുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ വിഷയം സംബന്ധിച്ച് നിലവിലിരിക്കുന്ന 3 വിധ ചിന്താഗതികൾ, പഠിപ്പിക്കലുകൾ ചുരുക്കമായി ഇവിടെ പ്രതിപാദിക്കുന്നു. 1, ഇപ്പോഴുള്ളതിനെ പുനർസൃഷ്ടിക്കുന്നതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. 2, ഇളകാത്ത രാജ്യമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. 3, മറ്റൊരു ഗ്രഹമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഈ 3 വിധ ചിന്താഗതികൾ ഇന്ന് ക്രൈസ്തവ മണ്ഡലത്തിൽ നിലവിലുണ്ട്. വാസ്തവത്തിൽ ഈ പറയപ്പെട്ടതാണോ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത്? ഈ പറയപ്പെടുന്നതായ ഇപ്പോഴുള്ളതായ പുനഃസൃഷ്ടിയോ ഇളകാത്ത രാജ്യമോ മറ്റൊരു ഗ്രഹമോ ആണോ പുതിയ ആകാശവും പുതിയ ഭൂമിയും? നമുക്ക് പരിശോധിക്കാം. ഈ വ്യാഖ്യാതാക്കളുടെ എല്ലാം ഒരു വൈരുദ്ധ്യാത്മകമായിരിക്കുന്ന ചിന്താഗതിയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം വേദപഠിതാക്കളെല്ലാം ഏകാഭിപ്രായമുള്ളവരല്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയും സംബന്ധിച്ചുള്ള പഠനത്തിൽ ഈ വേദപഠിതാക്കളെല്ലാം ഏകാഭിപ്രായമുള്ളവരല്ലെന്ന് വ്യക്തമായല്ലോ. നിലവിലുള്ള ആകാശവും ഭൂമിയും ദൈവം നശിപ്പിച്ചതിന് ശേഷം ആ അവശിഷ്ടത്തിൽ നിന്നും പുനഃസൃഷ്ടിക്കപ്പെടുന്നതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്. മറ്റു ചിലരാകട്ടെ ഈ ഭൂമിയും ആകാശവും മാറിപ്പോകുകയും പകരമായി മറ്റൊരു ലോകം അഥവാ ഇളകാത്ത രാജ്യം തൽസ്ഥാനത്ത് പ്രത്യക്ഷമാവുകയും ചെയ്യുമെന്ന് ചിന്തിക്കുന്നു. മൂന്നാമതായി ചിന്തിക്കുന്നത് വേറെ ചിലരുടെ അഭിപ്രായം മറ്റൊരു ഗ്രഹമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നാണ്. ഇനിയും ചിലരുടെ അഭിപ്രായം ഈ വിഷയം ദുർഗ്രഹമാണ്, ചിന്തിക്കാൻ പ്രയാസമുള്ളതാണ്. മറ്റു ചിലരാകട്ടെ ഈ വിഷയത്തെക്കുറിച്ച് തികച്ചും അവബോധമില്ലാത്തവരാണ്. അപ്പോൾ നിലവിലിരിക്കുന്ന ചിന്താഗതികളൊന്നും ഒന്നിനോടൊന്ന് യോജിച്ചു പോകുന്നതായ ഒന്നല്ല. അവിടെ എല്ലാം ഏകാഭിപ്രായം കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് ഈ നിലവിലിരിക്കുന്ന ആകാശഭൂമികളെ ദൈവം പുനർസൃഷ്ടിക്കുമെന്നോ അതിനെ പുനരുദ്ധരിക്കുമെന്നോ പുനരാവിഷ്കരിക്കുമെന്നോ ദൈവവചനത്തിൽ എവിടെയും യാതൊരു തെളിവും ഇല്ല. പുനർസൃഷ്ടിയല്ല പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇപ്പോഴുള്ള വസ്തുമയമായ ഈ ആകാശത്തെയും ഭൂമിയെയും വീണ്ടും സൃഷ്ടിക്കുന്നതല്ല പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഈ ആകാശവും ഭൂമിയും ഇതേ സ്ഥാനത്ത് പുനരാവിഷ്കരിക്കുമെന്ന് സ്ഥാപിക്കുവാൻ ദൈവവചനത്തിൽ തെളിവുകളില്ല. എന്നാൽ ഇവയെ ദൈവം നശിപ്പിച്ചു കളയും എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. നാം അധിവസിക്കുന്ന ഈ മനോഹരമായ ഭൂമിയുടെ പഴക്കം 470 കോടി വർഷമെന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. മനുഷ്യനെ അധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഭൂമിയിലെ 2/3 ഭാഗം സമുദ്രവും ഒരു വാസയോഗ്യമായ കരയുമായി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള സർവ്വജീവജാലങ്ങളുടെയും കുടിപ്പാർപ്പിന് വേണ്ടിയാണ്. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. യെശയ്യാവ് 45 അധ്യായം 18 വാക്യം. ഭൂമിക്ക് മുകളിലുള്ള ആകാശം ഒന്നല്ല, ഒട്ടനവധിയാണ്. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളിടത്ത് ആകാശം എന്നല്ല ആകാശങ്ങൾ എന്നർത്ഥം വരുന്ന ഹാഷാമയും എന്ന എബ്രായ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആകാശം എന്ന ഏകവചനത്തിന് ഹീബ്രുവിൽ ഷാമയും എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ആകാശം എന്നതിന് ഗ്രീക്ക് മൂലത്തിൽ
ഉപയോഗിച്ചിരിക്കുന്ന ഏകവചനം ഊറനോസ് എന്ന വാക്കാണ്. ആകാശങ്ങൾ എന്നതിന് ഗ്രീക്കിൽ ഊറാനായിസ് എന്ന ബഹുവചനവും ഉപയോഗിച്ചിരിക്കുന്നു. ഉൽപ്പത്തി 1:1 ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന ഭാഗത്ത് ആകാശങ്ങൾ സൃഷ്ടിച്ചു എന്ന ഹീബ്രു ബഹുവചനമായ ഹാഷാമയീം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാഷാമയീം എന്ന ബഹുവചനം പഴയ നിയമത്തിൽ 420 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് സങ്കീർത്തനം 136:5. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മലയാള പരിഭാഷ വളരെ ശരിയാണ്. ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. നിലവിലുള്ള ആകാശവും നിരവധി തട്ടുകളോട് കൂടിയതാണെങ്കിലും അവ ചുട്ടഴിയപ്പെടും. ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. വസ്തുമയമായ ഈ ആകാശത്തെയും ഭൂമിയെയും ദൈവം കത്തിച്ചു കളയുമെന്ന് ദൈവവചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ഇവിടെ ഒന്നും അവശേഷിക്കാതെ വണ്ണം സകലതും തീ കൊണ്ട് വെന്തുരുകിപ്പോകും. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും 2 പത്രോസ് 3:10-11 വാക്യങ്ങൾ. ആകാശത്തിലെ സൈന്യമെല്ലാം അരിഞ്ഞു പോകും. ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും. യെശയ്യാവ് 34:4. ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകും. യെശയ്യാവ് 34:4. ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകും. മത്തായി 24:35. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു. 2 പത്രോസ് 3:7. അപ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിലവിലിരിക്കുന്ന ആകാശം ഭൂമിയും ദൈവം നശിപ്പിച്ചു കളയുമെന്ന് ദൈവവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ ആകാശം ഭൂമിയും മാറിപ്പോകുമെന്നും അവയെല്ലാം ഒഴിഞ്ഞു പോകുമെന്നും ദൈവം അതിനെ തീ കൊണ്ട് നശിപ്പിച്ചു കളയുമെന്നും തിരുവെഴുത്ത് വ്യക്തമാക്കിയല്ലോ. നാം പരിശോധിച്ച വേദവാക്യങ്ങളിലെല്ലാം ഈ സത്യത്തെ ബോധ്യമാക്കി തരുന്നു. ഈ ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടതിന് ശേഷം മറ്റൊരു ഭൂമിയും ആകാശവും പുനഃപ്രതിഷ്ഠിക്കുമെന്ന് പഠിപ്പിക്കുവാൻ തിരുവചനത്തിൽ തെളിവുകളില്ല. അങ്ങനെയുള്ള സിദ്ധാന്തം സർവ്വ അബദ്ധമാണ്. ആകാശം കൊടും മുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, ഭൂമിയും അതിലുള്ള പണികൾ വെന്തു പോകും എന്ന് ദൈവവചനം പറഞ്ഞിരിക്കിയാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ദൈവം ഈ ആകാശത്തെയും ഭൂമിയെയും നശിപ്പിക്കുന്നത്? എന്താണ് അതിൻ്റെ കാരണം? 3 കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. 1, ഭൂമി ശപിക്കപ്പെട്ടതുകൊണ്ടാണ്. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി 3:17. യഹോവ ശപിച്ച ഭൂമിയിൽ. ഉൽപ്പത്തി 5:29. ദൈവശാപം ഏറ്റതിനാൽ ഈ ഭൂമി നശിപ്പിച്ചു കളയേണ്ടത് ആവശ്യമാണ്. 2, ഭൂമി ആകാശവും മലിനമായി തീർന്നതുകൊണ്ടാണ് ദൈവം ആകാശഭൂമികളെ നശിപ്പിക്കുന്നത്. ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു. ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു. അതിൻ്റെ അകൃത്യം അതിൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. അത് വീഴും, എഴുന്നേൽക്കുമില്ല. യെശയ്യാവ് 24:4-20 വാക്യങ്ങൾ. ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും. യോവേൽ 3:16. സർവ്വഭൂമിയും അവൻ്റെ തീഷ്ണാഗ്നിക്ക് ഇരയായിത്തീരും. സെഫന്യാവ് 1:18. സ്വർഗവും തൃക്കണ്ണിനും നിർമ്മലമല്ല. ഇയ്യോബ് 15:15. ഇവിടെ സ്വർഗവും എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം അധിവസിക്കുന്ന സ്വർഗത്തെക്കുറിച്ചല്ല, മറിച്ച് ആകാശമണ്ഡലത്തെക്കുറിച്ചാണ്. മലീമസമായ ആകാശവും ഭൂമിയും അഗ്നിക്കിരയായി അത് വെന്തുപോകും. അത് അഗ്നിക്കിരയായി അതിനെ ശുദ്ധീകരിക്കുന്നതിന്, അതിനെ നശിപ്പിച്ച് കളയുന്നത് യുക്തമാണല്ലോ. 3, പഴക്കം ചെന്നതുകൊണ്ടാണ്. നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ, താഴെ ഭൂമിയെ നോക്കുവിൻ. ആകാശം പുക പോലെ പൊയ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും. യെശയ്യാവ് 51:6 വാക്യം. പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ട് ആകാശത്തിൻ്റെ കൈകളുടെ പ്രവൃത്തിയാവുന്നു. അവ നശിക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. സങ്കീർത്തനം 102:25-26 വാക്യങ്ങൾ. പഴകിയതും കാലഹരണപ്പെട്ടതുമായ ഈ ആകാശഭൂമികളെ നീക്കിക്കളയുന്നത് യുക്തമാണല്ലോ. 4, മനുഷ്യവാസം അവസാനിക്കുന്നതുകൊണ്ട്. ആകാശത്തിന് ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും.
അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ലൂക്കോസ് 21:26. അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിലും ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. യെശയ്യാവ് 13:13. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും. ഹഗ്ഗായി 2:6-22. ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായി ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. എബ്രായർ 12:26-27. ഇളക്കമുള്ളതിന് മാറ്റം വരുന്നു എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടു കൂടി മനുഷ്യൻ ഉൾപ്പെടെയുള്ള സർവ്വജീവജാലങ്ങളുടെയും ഈ ഭൂമിയിലുള്ള അധിവാസം അവസാനിക്കും. പിന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ വാനത്തെയും ഭൂമിയെയും ദഹിപ്പിച്ചു കളയുന്നത്. എൻ്റെ കോപത്താൽ തീ ജ്വലിച്ച് പാതാളത്തിൻ്റെ ആഴത്തോളം കത്തും. ഭൂമിയും അതിൻ്റെ അനുഭവത്തെയും ദഹിപ്പിച്ചു കളയും. പർവ്വതത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കരിയിച്ചു കളയും. ആവർത്തനം 32:22. നിവാസികളില്ലാത്തത് കൊണ്ടാണ് ദൈവം ഭൂമിയെ നശിപ്പിക്കുന്നത്. ഇളകാത്ത രാജ്യമല്ല പുതുവാന ഭൂമി. ഇളകാത്ത രാജ്യമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായ ചിന്താഗതിയാണ്. ഇളകാത്ത രാജ്യമാണ് പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് തെളിയിക്കുവാൻ ദൈവവചനത്തിൽ വേദാധാരങ്ങളില്ല. ഇളകാത്ത രാജ്യം പ്രാപിക്കുമെന്ന് തിരുവചനത്തിൽ പ്രസ്താവിച്ചിരിക്കൊണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇളകാത്ത രാജ്യമാണെന്ന് ചിലർ ഉപദേശിക്കുന്നു. ഇളകാത്ത രാജ്യം പ്രാപിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. എന്നാൽ അത് പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ചുള്ള പ്രസ്താവനയല്ല. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. എബ്രായർ 12:28. ഇളകാത്ത രാജ്യമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നതിന് വചനത്തിൽ തെളിവുകളില്ല. ഇളകാത്ത രാജ്യം അക്ഷരീകമല്ല, മറിച്ച് ആത്മീയ രാജ്യമാണ്. ഇളകാത്ത എന്ന് പറയുമ്പോൾ അത് വസ്തുമയമല്ലതല്ല എന്ന് സിദ്ധിക്കുന്നു. ഈ ഇളകാത്ത രാജ്യം ഭൗതിക രാജ്യമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ ചിന്താഗതി തികച്ചും യുക്തിരഹിതവും ബാലിശവുമാണ്. എന്താണ് ഇളകാത്ത രാജ്യം? ഇളകാത്ത രാജ്യം എന്താണെന്ന് ഇവിടെ വിശദീകരിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് എബ്രായർ 12:28. മലയാള ബൈബിളിലെ ഈ വാക്യം വായിക്കുമ്പോൾ ഇളകാത്ത രാജ്യം ഭാവിയിൽ പ്രാപിപ്പാനുള്ളതാണെന്ന് തോന്നും. എന്നാൽ ഈ വാക്യഭാഗത്തിൻ്റെ അർത്ഥം അങ്ങനെയല്ല. ഇവിടുത്തെ മലയാള പരിഭാഷ അത്ര തെളിവുള്ളതല്ല. മൂലഭാഷയിലും ലാറ്റിൻ ഭാഷയിലും അതുപോലെ തന്നെ ജർമ്മൻ ഭാഷയിലും ഫ്രഞ്ച് ഭാഷയിലും ഗ്രീക്ക് മുതലായ ഇതര ഇംഗ്ലീഷ് പരിഭാഷകളും മലയാള പരിഭാഷകളിലും അങ്ങനെയല്ല അത് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലതിവിടെ പ്രസ്താവിക്കുന്നു. ഇംഗ്ലീഷിലും മറ്റ് മലയാള ഭാഷാന്തരത്തിലും കൊടുത്തിരിക്കുന്നത് ഭാവിയിൽ പ്രാപിക്കുമെന്ന അർത്ഥത്തിലല്ല. Therefore, since we are receiving a kingdom which cannot be shaken, King James Version. Therefore, since we are receiving a kingdom that cannot be shaken, NIC. Since we have a kingdom, nothing can destroy. The Living New Testament. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. POC ബൈബിൾ. നാം ഇളകാത്ത രാജ്യം പ്രാപിച്ചിരിക്കുക കൊണ്ട് വിനയത്തോടും ഭയത്തോടും കൂടി ദൈവത്തെ സേവിച്ച് പ്രസാദിപ്പിക്കേണ്ടതിന്. വിശുദ്ധ ഗ്രന്ഥം മാണിക്കത്തനാർ. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് അനധിവിദൂര ഭാവിയിലല്ലെന്നും അതിപ്പോൾ തന്നെ പ്രാപിച്ചു എന്നും നാം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നും സ്പഷ്ടമായി തെളിഞ്ഞിരിക്കുന്നു. നമുക്ക് ലഭിച്ചതും ഇപ്പോഴുള്ളതുമായ ഇളകാത്ത രാജ്യം ഏതാണ്? അതാണ് ദൈവരാജ്യം. ദൈവരാജ്യം ഇളക്കമില്ലാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമാണ്. ദൈവരാജ്യം അക്ഷരീകമല്ല, ആത്മീകമാണ്. കാണുന്നതല്ല, അനുഭവിച്ചറിയുന്നതാണ്. ദൈവസഭയുടെ മറ്റൊരു ചിത്രമാണ് ദൈവരാജ്യം എന്നത്. പുതിയ ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ അത് നിലവിലിരിക്കുന്ന ആകാശഭൂമികളുടെ പുനഃസൃഷ്ടിയോ ഇളകാത്ത രാജ്യമോ മറ്റൊരു ഗ്രഹമോ അല്ല പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് ഇതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വ്യക്തമായല്ലോ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സഭ ഇന്ന് പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടത്
ഞാൻ പുതിയ ആകാശം പുതിയ ഭൂമിയും കണ്ടു എന്നാണല്ലോ വെളിപ്പാട് 21:1 രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടത് പുതിയ ആകാശം പുതിയ ഭൂമിയും അതിലേക്ക് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതുമാണ്. തുടർന്ന് താൻ കേട്ട ശബ്ദം, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്നാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുമെന്നല്ല, കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും അപ്പോസ്തലൻ്റെ കാലത്ത് തന്നെ പുതുവാന ഭൂമി നിലവിൽ വന്നു എന്ന് തെളിയുന്നുവല്ലോ. വെളിപ്പാടിൽ പ്രസ്താവിച്ചിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒരു പുതിയ വ്യവസ്ഥിതിയാണ് അർത്ഥമാക്കുന്നത്. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴുള്ള വസ്തുമയമായ ആകാശഭൂമിയെക്കുറിച്ചല്ല, കാലഹരണപ്പെട്ട പഴയ വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള സൂചനയാണ് ഇത്. ദൈവസഭ പുതിയ വ്യവസ്ഥിതിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ. അതിന് പഴയ നിയമ ഇസ്രായേൽ വ്യവസ്ഥിതിയോട് യാതൊരു ബന്ധവുമില്ല. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. എബ്രായർ 8:7-13 വരെയുള്ള വാക്യങ്ങൾ. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. എബ്രായ ലേഖനം 10-9 വാക്യം. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരീകമായ ആകാശഭൂമികളെ കുറിച്ചല്ല. വെളിപ്പാട് 21:1 പറഞ്ഞിരിക്കുന്നത് ഒരു പുതിയ വ്യവസ്ഥിതിയാണ്, അതൊരു ഉടമ്പടിയാണ് അർത്ഥമാക്കുന്നത്. ആ ഉടമ്പടി പ്രകാരമാണ്, പുതിയ വ്യവസ്ഥിതി പ്രകാരം, ഉടമ്പടി പ്രകാരം ദൈവത്തിൻ്റെ സഭ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുകയാണ്. ദൈവസഭയുടെ പുതിയ വ്യവസ്ഥിതിയെക്കുറിച്ചുള്ളതായ ചിന്തയാണ് അവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ ആകാശ പുതിയ ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരീകമായിരിക്കുന്ന നിലവിലിരിക്കുന്ന ആകാശ ഭൂമികളല്ല എന്ന് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് 3-13 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണല്ലോ, നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു എന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. അത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ആകാശഭൂമികൾ, നിലവിലിരിക്കുന്ന ആകാശഭൂമികളുടെ നാശത്തിന് ശേഷം സംഭവിക്കുന്ന വിവരണമാണ് അവിടെ പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ വിവരണം എന്താണ്? നിലവിലുള്ള ആകാശവും ഭൂമിയും നശിച്ചു പോകും, അതിനുശേഷം നാം നീതി വസിക്കുന്ന ആകാശത്തിനും ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. നീതി വസിക്കുന്നു പറയുമ്പോൾ ഈ ഭൂമിയിൽ നീതി വസിക്കുന്ന സ്ഥിതിവിശേഷം ഇല്ലല്ലോ. അപ്പോൾ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി നീതി വസിക്കുന്ന ഒരു ആകാശഭൂമിയുണ്ട്. അതേതാണ്? അത് ഈ ഭൂമിയല്ല, മറിച്ച് പത്രോസ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അതൊരു അവസ്ഥാവിശേഷമാണ്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സഭ നീതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതൊരു അവസ്ഥാവിശേഷമാണ്. രണ്ടാമത്, അത് സ്വർഗത്തിൻ്റെ പ്രതിബിംബമാണ്, നിത്യരാജ്യത്തിൻ്റെ നിത്യതയെ കുറിക്കുന്ന ഒന്നാണ്. ഈ നിലവിലിരിക്കുന്ന ആകാശഭൂമികൾ നശിക്കുകയും മാറ്റപ്പെടുകയും ഭൂമിയിലെ ജീവിതം അവസാനിക്കുകയും ചെയ്ത ശേഷം മനുഷ്യർ അവർ നിത്യ ഭവനത്തിലേക്ക്, നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കും. അവിടെയാണ് നീതി വസിക്കുന്നത്, സ്വർഗത്തിലാണ് നീതി വസിക്കുന്നത്. അതിനുവേണ്ടി നാം കാത്തിരിക്കുകയാണ് എന്നാണ് പത്രോസ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒരു അവസ്ഥയാണ്. നിലവിലിരിക്കുന്ന ഈ ആകാശവും ഭൂമിയും ദൈവം തീ കൊണ്ട് നശിപ്പിച്ചതിന് ശേഷം ഈ അവശിഷ്ടത്തിൽ നിന്നും ഒരു പുതുവാന ഭൂമിയെ സൃഷ്ടിക്കുമെന്ന് ചില ആളുകൾ ധരിച്ചിരിക്കുന്നു. എന്നാൽ ഈ ധാരണ വാസ്തവവിരുദ്ധവും വചനവിരുദ്ധവുമാണ്. അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. 2 പത്രോസ് 3:10. ഈ വാക്യത്തിന് ഗ്രീക്ക് മൂലത്തിൽ കൊടുത്തിരിക്കുന്നത് പാരർക്കോമായി എന്ന പദമാണ്. അലിയിച്ചു കളയുക, ഉരുക്കുക, തകർക്കുക, തുണ്ടു തുണ്ടാക്കി കളയുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഒന്നും അവശേഷിക്കാതെ വണ്ണം പൂർണ്ണമായി നശിപ്പിച്ചു കളയുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നിലവിലിരിക്കുന്ന വസ്തുമയമായ ഈ ആകാശഭൂമികൾ ദൈവം നശിപ്പിച്ചു കളയും. അങ്ങനെ മനുഷ്യവാസം കഴിയും. പിന്നെ നീതി വസിക്കുന്ന ആ പുതിയ ആകാശം പുതിയ ഭൂമി, അത് ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതോ ഇനി മറ്റൊരു ഗ്രഹമോ ദൈവരാജ്യമോ അല്ല, മറിച്ച് അത് നിത്യതയാണ്, സ്വർഗത്തെയാണ് അത് അർത്ഥമാക്കുന്നത്. വെളിപ്പാട് 21:1 യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്
ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, പിന്നെ അതിനെ പിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒഴിഞ്ഞുപോയി എന്നതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം അപ്പർക്കോമായി എന്ന വാക്കാണ്. അപ്പർക്കോമായി എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ഒഴിഞ്ഞുപോയി, ഒരിക്കലും മടങ്ങി വരാതവണ്ണം ഒഴിഞ്ഞുപോയി എന്നുള്ളതാണ്. അതൊരു വ്യവസ്ഥിതിയാണ്, നിലവിലിരിക്കുന്ന വസ്തുമയമായ ആകാശഭൂമികളല്ല. ദൈവത്തിൻ്റെ പുതിയ വ്യവസ്ഥിതിയും പുതിയ ഉടമ്പടിയാണ്. പഴയ ഉടമ്പടി എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി, അതിനി ഒരിക്കലും പുനരാവിഷ്കരിക്കുന്നതല്ല. അപ്പോൾ പുതിയ ഉടമ്പടിയിൽ പുതിയ വ്യവസ്ഥിതിയിൽ അവിടെ ദൈവത്തിൻ്റെ സഭ നിലനിൽക്കുന്നു. മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അത് ക്രിസ്തുവിൻ്റെ സഭയാണ്. പത്രോസിൽ പറഞ്ഞിരിക്കുന്നത് നാം നിത്യതയിൽ പ്രാപിക്കാനിരിക്കുന്ന നീതി വസിക്കുന്ന ആ നിത്യതയാണ് ഈ പുതിയ ആകാശ പുതിയ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. അത് വസ്തുമയമായ ഒന്നല്ല. പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, കൈപ്പണിയായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്തതായി ദൈവത്തിൻ്റെ ദാനമായി നിത്യമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് 2 കൊരിന്ത്യർ 5-1 പൗലോസ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ നിത്യഭവനം ഏതാണ്? ആ കൈപ്പണിയായ ഭവനം ഏതാണ്? ദൈവത്തിൻ്റെ കൈപ്പണിയാണ് മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മരണശേഷം കൈപ്പണിയല്ലാത്തതായി, അഥവാ മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക്, നിത്യത്തിലെ ഒരു ഭവനത്തിലേക്ക്, ഒരു രാജ്യത്തിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുമെന്നാണ് പൗലോസ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെയാണ് പത്രോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് പുതിയ ഭൂമിക്കുമായി നാം കാത്തിരിക്കുന്നു എന്ന പ്രസ്താവനയും. അത് ഈ ലൗകികമായ വസ്തുമയമായ ഈ ഭൂമിയിലല്ല, ഈ വസ്തുമയമായ ഭൂമി മാറ്റപ്പെട്ടിട്ട് ഇവിടെ അക്ഷരികമായൊരു ഭൂമിയും ആകാശം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചുമല്ല പറഞ്ഞിരിക്കുന്നത്. അത് തികച്ചും ആത്മീകമാണ്, അതൊരു അവസ്ഥയാണ്, അവസ്ഥാവിശേഷമാണ്. അത് നാം അനധിവിദൂര ഭാവിയിൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെങ്കിൽ നാം നിത്യതയിൽ എത്തുന്നതിൻ്റെ ചിത്രം കൂടിയാണ് അവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്താണ് എന്ന് ചുരുക്കമായി ഗ്രഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞല്ലോ. യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവനെയാണ് അവിടെ പുതിയ ആകാശ പുതിയ ഭൂമി എന്ന ആ പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വെളിപ്പാടിൽ ക്രിസ്തുവിൻ്റെ സഭയുടെ ചിത്രമാണ്. പത്രോസിൽ വിദൂര ഭാവിയിൽ നാം നിത്യതയിൽ പ്രാപിക്കാനിരിക്കുന്ന നീതി വസിക്കുന്ന നീതിനിയുക്തമായ അവസ്ഥയാണ് അത് കുറിക്കുന്നത്. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞല്ലോ. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.